ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഉരുളക്കിഴങ്ങും സേമിയയും വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എരിയൻ പലഹാരമാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതിലേക്കൊരു മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടൊരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പിലയും ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും മസാലപ്പൊടികളാണ് കേട്ടോ ചേർക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പുഴുങ്ങി ഉടച്ചെടുത്ത 1.5 കപ്പ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് നമുക്ക് ഇനി വേണം ചേർക്കാൻ. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ വേവിച്ച് പിച്ചിയെടുത്ത 1.5 കപ്പ് ചിക്കനും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒന്നുകൂടെ ടേസ്റ്റി ആക്കാൻ വേണ്ടി ചേർത്തതാണ്. വെറും ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങിലൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടും. 2-3 മിനിറ്റ് മൂടി വെച്ച് എടുത്തതിന് ശേഷം മല്ലിയില കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൂട്ട് കേട്ടോ. പിന്നെ ഈ കൂട്ട് നല്ല പോലെ ഒന്ന് തണുത്ത് വരണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. തണുത്ത് വന്നാൽ ഇതുപോലെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് നല്ല പോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഓരോന്നും ആക്കിയെടുക്കുകയാണ് കേട്ടോ. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. കട്ട്ലറ്റ് പോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ കട്ടകളുണ്ടെങ്കിൽ അതൊക്കെ പൊടിച്ചെടുത്തിട്ട് വേണം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ. എന്നാലേ നമുക്ക് നല്ല വൃത്തിയിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്കൊരു ബാറ്ററിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്ററി ഉണ്ടാക്കിയെടുക്കാം. നല്ല ലൂസല്ല, എന്നാൽ നല്ല തിക്കും അല്ല കേട്ടോ. ആ ഒരു രീതിയിലുള്ളൊരു ബാറ്ററി ഉണ്ടാക്കുക. നമ്മുടെ ഈ ഓരോ സ്നാക്സും ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് സേമിയയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ. ഇതിന് പകരം വേണമെങ്കിൽ കോഴിമുട്ട എടുക്കാം. ഇനി ഈ ബാറ്ററിൽ ഓരോ സ്നാക്സും നമ്മൾ ഷേപ്പ് ചെയ്തെടുത്ത ഓരോന്നും ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് സേമിയ കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോന്നും കോട്ട് ചെയ്തെടുത്തിട്ട് നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. കാരണം ആ പുറത്തുള്ള ബാറ്ററും ആ സേമിയ ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. ഉൾഭാഗത്തുള്ള എല്ലാം നമ്മൾ വേവിച്ചെടുത്തതാണല്ലോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നല്ല ക്രിസ്പി ആയിട്ട്, പുറത്ത് നല്ല ക്രിസ്പി ആണെങ്കിൽ അകത്ത് നല്ലൊരു ടേസ്റ്റുള്ള മസാലയൊക്കെയുള്ള നല്ലൊരു സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മൾ ഇതുപോലുള്ള മസാല വെച്ചിട്ട് കട്ട്ലറ്റൊക്കെ ആണല്ലോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്